ഹലോ കൂട്ടുകാരെ! അപ്പഴേ ഇന്ന് മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതും ചേർത്ത് ഇനി ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പൊള്ളിയൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പഴ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പഴ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യമേ ഈ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 3, 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് അവിടെ ഇരുന്ന് ഒന്ന് വേവുമ്പോഴേക്കേ നമുക്ക് വേറെ സോയാബീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോഴും നമുക്ക് മറ്റൊരടുപ്പത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് വെക്കാവേ. വെള്ളം ഒന്ന് തിളച്ച് വരണേ. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സോയാബീൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണേ. ചേർത്തിട്ട് അതിലേക്ക് 1 കപ്പോളം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1, 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടും. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 2, 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നല്ല പൊള്ളിയായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നന്നായിട്ട് അങ്ങ് വീർത്ത് വരും ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി എടുത്ത് വേറെ ബൗളിലോട്ടൊന്ന് വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് എടുത്ത് ഒരു ബൗളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ. ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതിനകത്തെ വെള്ളം എല്ലാം ഒന്ന് കളയാവേ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് കേട്ടോ. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞേക്കണം. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാത്തിൻ്റെയും വെള്ളം ഒന്ന് പിഴിഞ്ഞ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഇത് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇനി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ആക്കി കൊണ്ടുവരാം. അതാണ്ട് ഇതുപോലെ അത്യാവശ്യം ഒന്ന് അരഞ്ഞിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. അതുകൊണ്ട് ഈ പാകത്തിന് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അതാണ്ട് ഞാനെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് അവിടെ വേവിക്കാൻ വെച്ചല്ലോ, അത് ഞാൻ എടുത്തതാണ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഉരുളക്കിഴങ്ങും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ദാണ്ടെ ആ ഉരുളക്കിഴങ്ങെല്ലാം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജീസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് മാത്രം അതായത് ഒരു കുഞ്ഞ് സവാള എടുത്ത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ് ഒരെണ്ണമില്ല, ഒരെണ്ണത്തിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന വെജീസ് എല്ലാം നല്ല പൊടിയായിട്ട് അരിയാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാബീൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തികയില്ല കേട്ടോ. അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണൊക്കെ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മറ്റേ ചാറ്റ് മസാല ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തില്ലെന്നേ ഉള്ളൂ, കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർത്തില്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ടിക്കിരിക്കണം കേട്ടോ, എങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അല്പം ഒന്ന് ലൂസാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വീറ്റ് ബ്രെഡ് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് നമുക്കിതൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിക്കായിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ദാണ്ടെ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ഞാനിത് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതിന് സോയാബീൻ കട്ട്ലറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ദാണ്ടെ സോയ ചങ്ക്സ് കട്ട്ലറ്റ് എന്നോ സോയ കട്ട്ലറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ദാണ്ടെ മറ്റേ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് ആക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ.
അപ്പോൾ ദാണ്ടെ ഇതുപോലൊന്ന് എടുക്കുന്നുണ്ടേ. അപ്പം നമുക്ക് ഈ മാവ് ഫുള്ള് എല്ലാം ഇതുപോലെ ഓരോ ഷേപ്പിൽ ഒന്നാക്കി എടുത്ത് വെക്കാവേ. അപ്പം ഞാനിവിടെ 2 കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം ഒന്ന് റെഡിയാക്കിക്കോളൂ. ഇപ്പൊ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത്ര പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു പാനിലോട്ട് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ബട്ടർ അല്ലാതെ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ബട്ടർ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ബട്ടർ ചേർത്തതാണ്. നിങ്ങൾക്ക് നെയ്യിലോ ബട്ടറിലോ അല്ലെങ്കിൽ ഓയിലിലോ എല്ലാം കുറച്ച് ചേർത്താൽ മതി. ഒരുപാട് എണ്ണയിലിട്ടൊന്നും വറുത്തൊന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല. ചെറുതായിട്ട് ഒരല്പം മാത്രം ഒഴിച്ച് ഒന്ന് സ്പ്രെഡാക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓരോന്നും അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു 4 എണ്ണമാണ് ഈ ഒരു പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. 5ഉം 6ഉം ഒക്കെ വെച്ച് കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് 4 എണ്ണം വെച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിരത്തി പിടിച്ച് ഒരു 5, 6 എണ്ണം ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 എണ്ണേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് റെഡിയാക്കി അങ്ങ് വെച്ചിട്ട് കുറേ നേരം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കരുത്. റെഡിയാക്കി ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ അങ്ങ് ലൂസായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് റെഡിയാക്കി ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും തിരിച്ചിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ദാണ്ട ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സോയ കട്ട്ലറ്റ് ആണ് കേട്ടോ, അങ്ങനെയും പറയാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറി ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും നല്ല ഹെൽത്തി ഭക്ഷണം കഴിക്കേണ്ടവർക്കും ഇനി കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട.